കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താണോ താൻ പോയില്ലേ? ബസ് ബ്രേക്ക് ഡൗൺ ആയോ? അതോ താൻ നിർത്തി ഇറങ്ങിയെന്നാണോ? എന്താ പറ്റിയെന്ന് പറയും. പാതിരാത്രിക്ക് ഒരുമാതിരി തനിക്കെന്തോ വാതുറന്ന് മിണ്ടിയ മനുഷ്യനെ വെറുതെ ഭ്രാന്ത് ഉറപ്പിക്കാതെ കാര്യം പറ കൺമണി. കൺമണിയല്ല, ശ്രീലക്ഷ്മി. What do you say? താൻ കൺമണിയല്ലേ? അപ്പൊ ശ്രീലക്ഷ്മിയാണോ താൻ? ഞാൻ അത് പിന്നെ അത് നിന്ന് പെരുങ്ങണ്ട. എനിക്കറിയാം എന്താ സത്യമെന്ന്. ആ സത്യം തന്റെ സ്വന്തം നാവിൽ നിന്ന് കേൾക്കാനാ ഞാൻ ഇത്ര സമയവും പൊട്ടം കളിച്ചത്. താൻ കൺമണിയല്ല, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി മാത്രം. ഈ സത്യം എന്നോട് പറഞ്ഞു തന്നത് താൻ സ്വന്തം ചേച്ചിയെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ തന്നെ. താൻ കഷ്ടപ്പെട്ട് കാഴ്ച തിരിച്ചു വാങ്ങിക്കൊടുത്ത ദേവി തന്നെ. ഹലോ. പരിശുദ്ധമായ ഈ വസ്ത്രത്തിനകത്ത് നീ നിന്നെ തന്നെ ഒളിപ്പിച്ചാലും നീ ആരാണെന്നും എന്താണെന്നും അറിയാൻ എനിക്ക് നിന്റെ ഈ കണ്ണുകൾ തന്നെ ധാരാളം. പറയേ, മറയില്ലാതെ നീ ഇപ്പൊ എന്നെ കാണുന്നത് ഞാൻ മുഖേനായതുകൊണ്ട്. ആ സത്യം നിനക്കറിയാമെങ്കിൽ എന്തിനാണ് ഈ മുഖംമൂടി എന്ന് നീ വ്യക്തമാക്കണം. ഞാൻ ചോദിച്ചത് കേട്ടില്ല നീ? പണത്തിനാണ് ആവശ്യമെങ്കിൽ ഈ ഒരു ചീപ്പ് ഡ്രാമയുടെ ആവശ്യം ദേവിക്കില്ല. ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ തരുമായിരുന്നില്ലേ? നിനക്കറിയില്ല എങ്കിൽ ശ്രീലക്ഷ്മിയോട് തന്നെ നീ ചോദിച്ചു നോക്ക്. അവളുടെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന്. സാർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്ത് ന്യായീകരണം പറഞ്ഞാലും ചെയ്തത് തെറ്റല്ലാതാവുന്നില്ല. സാറിനോട് ഇത്രയൊക്കെ കാണിക്കാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ച ഉൾഭയത്തിൽ നിന്നുണ്ടായതാ. അതാണ് സത്യം. ആദ്യമേ ഞാൻ സാറിനോട് സത്യം പറയാം. ഇപ്പോ സാറിന്റെ കൂടെയുള്ളത് വേണ്ട. എനിക്കറിയാം ദേവിക്ക് പറയാനുള്ളത് എന്താണെന്ന്. ഇപ്പൊ എന്റെ കൂടെയുള്ളത് കൺമണിയല്ല, ശ്രീലക്ഷ്മിയാണെന്ന് എനിക്കറിയാം ദേവി. ആരും പറഞ്ഞില്ലെങ്കിലും എനിക്ക് നേരത്തെ അത് അറിയാമായിരുന്നു. സ്വന്തം ചേച്ചിയല്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഓപ്പറേഷൻ നടത്തിയതും നിങ്ങളെ സംരക്ഷിക്കുന്നതും. ഞാൻ സ്നേഹിച്ചതും കൂടെ സംരക്ഷണമായിട്ട് കൂടിയതും
മരിക്കുന്നത് വരെയും ജീവിക്കാൻ ആഗ്രഹിച്ചതും ഇപ്പൊ ജീവിക്കുന്നതും എന്റെ ശ്രീലക്ഷ്മിയോടൊപ്പം തന്നെയാണ്. അത് എനിക്ക് മാത്രം അറിയാവുന്ന സത്യം. സർ, സാർ ഈ പറഞ്ഞ തിരിച്ചറിവുകൾ എന്തെങ്കിലും സാറിനുണ്ടാകുമ്പോ എന്നെയും അനിയനെയും തിരികെ പറഞ്ഞുവിടുന്ന എനിക്കറിയായിരുന്നു. സാറ് സത്യം അറിയുന്നതിന് മുൻപ് എനിക്കും അവനും ഇനിയുള്ള കാലം ജീവിക്കാൻ ഒരു മാർഗവും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതാ ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിപ്പിച്ചത്. സത്യമെല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞ കൺമണി മോളോട് ഇനി ചേച്ചിയുടെ അധികാരത്തിലും സ്നേഹത്തിലും ആവശ്യങ്ങൾ പറയേണ്ട ഗതികേട് വരാതിരിക്കാനാ ഞാൻ സാറിനെ ഫോണിൽ വിളിച്ച് ഇങ്ങനൊരു അതിക്രമം കാട്ടിയത്. ലോകം കാണാത്തൊരു പെണ്ണിന്റെ ബുദ്ധിക്കുറവായി മാത്രമേ സാർ ഇതിനെ കാണാവൂ. എല്ലാത്തിനും മാപ്പ്. ജീവിക്കാനുള്ള അത്യാഗ്രഹം ഇതെല്ലാം. സർ, ദയവായി ഈ പണം തിരികെ കൊണ്ടുപോകണം. ഇനി ഇത് ഞാൻ കൊണ്ടുപോകുന്നത് വലിയ തെറ്റാവും. തെറ്റ് ശരിയൊന്നുമില്ല. ഇത് ദേവി എടുത്തോ. എന്റെ ശ്രീലക്ഷ്മിയെ എനിക്ക് തിരികെ തന്നതിന്റെ ഒരു സന്തോഷമായി ഞാൻ തരുന്നതാണ്. എന്റെ ജീവനാണ് ദേവി എനിക്ക് തിരിച്ചു തന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കൺമണി ശ്രീലക്ഷ്മിയായി എന്നോട് പറയുമെന്ന് തന്നെ ഞാൻ കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. ഇനി എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്തിനായിരുന്നു ഇതെല്ലാം? ആരുടെ കാഴ്ചയെ തൃപ്തിപ്പെടുത്താനാണ് താൻ ഈ നാടകം മൊത്തം കളിച്ചത്? അതുകൊണ്ട് എന്താ നേടിയത് താൻ? പറയാം സർ, ഞാനെല്ലാം പറയാം. പലതവണ സാറിനോട് പറയണമെന്ന് കരുതിയതാ, പക്ഷേ കഴിഞ്ഞില്ലെന്ന് മാത്രം. സത്യം പറഞ്ഞാൽ ശ്രീലക്ഷ്മിയിൽ നിന്ന് കൺമണിയിലേക്കുള്ള ദൂരം വളരെ കുറവായിരുന്നു. തിരിച്ചും അങ്ങനെയാണെന്ന് പറയാം. സാറിന്റെ ഓരോ നോക്കിലും വാക്കിലും കൺമണി എപ്പോഴൊക്കെയോ ശ്രീലക്ഷ്മിയായി മാറിക്കഴിഞ്ഞിരുന്നു എന്നതാ വാസ്തവം. സാറിന് ശ്രീലക്ഷ്മിയോടുള്ള പ്രണയം എന്നെ പറഞ്ഞു ബോധിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് ആലോചിച്ച് എത്രയോ ദിവസം ഞാൻ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടെന്നറിയോ? എനിക്ക് ഈ ലോകത്തെക്കുറിച്ച് അത്ര വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അറിയാവുന്നത് ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം. ഏറ്റവും വലിയ സന്തോഷ നിമിഷം ഞാൻ സാറിനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം അതൊക്കെ തകർക്കാനായി ആരോ നമ്മുടെ പുറകിലുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. എന്റെ പൊട്ടിച്ചിരികളെല്ലാം കണ്ണീരിൽ അവസാനിക്കുമെന്ന പേടിയായിരുന്നു എനിക്ക്. ആ പേടി മാറ്റാനാ ഞാൻ കൺമണിയായി വേഷം പകർന്ന് ആടിയതും. വെരി ഗുഡ്. ഈ ഒരു നിമിഷത്തിലെ തന്റെ തുറന്നു പറച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തത്. ഇനി ശ്രീലക്ഷ്മി പറയും, എന്തിനായിരുന്നു താൻ കൺമണിയായിട്ട് എന്റെ മുന്നിൽ വേഷം
ഇന്നു മുതൽ നിന്റെ പുറകെ എന്റെ ആളുകൾ ഉണ്ടാവും. ഈ പറഞ്ഞതിനപ്പുറം വേറെ എന്തെങ്കിലും സംഭവിച്ചാല് ആദ്യം കൊല്ലുന്നത് നിന്നെ ആയിരിക്കും. പറയൂ ശ്രീലക്ഷ്മി, അതാണ് എനിക്കറിയേണ്ടത്. തുറന്നു പറയാ അതിന്റെ കാര്യം എന്താണെന്ന്. അത് അത് എനിക്ക് സാറിനെ ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു. ശ്രീലക്ഷ്മിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഞാൻ ചോദിച്ചത് ശ്രീലക്ഷ്മിക്കല്ല സർ, കൺമണിക്ക്. കൺമണിക്കായിരുന്നു രവിവർമ്മനെ. താൻ എന്തൊക്കെ പറയുന്നത്? താൻ ശ്രീലക്ഷ്മി അല്ലേ, കൺമണി അല്ലല്ലോ. അല്ലേ സാർ, ഒരിക്കലും അല്ല. ഇത്രയും നേരം ശ്രീലക്ഷ്മി സാറിനോട് സംസാരിച്ചതായിട്ട് സാറിന് തോന്നിയില്ലേ? ആ, ഇത്രേ ഉള്ളൂ കൺമണിയിൽ നിന്നും ശ്രീലക്ഷ്മിയിലേക്കുള്ള ദൂരം. ഞാനൊരു നാടകം കളിച്ചതാ ശ്രീലക്ഷ്മിയായിട്ട്. അപ്പൊ ദേവി പറഞ്ഞതോ താൻ ശ്രീലക്ഷ്മിയാണെന്ന്? ഈ സാറിന്റെ ഒരു കാര്യം, കാശിന് അഭിനയിക്കാൻ എന്നോടൊപ്പം വന്ന ദേവി ചേച്ചി പറയുന്നതാണോ സാറ് വിശ്വസിക്കുന്നത്? ഞാൻ ആരാണെന്ന് എന്താണെന്ന് പറയാൻ എനിക്കെന്തിനാ മറ്റൊരാള്? ഞാൻ കൺമണിയാണ്, ശ്രീലക്ഷ്മി അല്ല. ഇനിയെങ്കിലും സാർ അത് വിശ്വസിക്കണം. അപ്പൊ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതോ? കറക്റ്റ്. അതിപ്പോഴും ഞാൻ പറയുമല്ലോ. എനിക്ക്, അതായത് കൺമണിക്ക് രവിവർമ്മൻ എന്ന ആളെ ഇഷ്ടമാണ്. എന്നും എപ്പോഴും അങ്ങനെ തന്നെയാ. നോ നോ, ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഐ ഡോണ്ട് ബിലീവ് ദിസ്. താൻ പറയുന്നത് കള്ളമാണ്, പച്ച കള്ളം. പ്ലീസ് സാർ, കൺമണി എന്ന് എനിക്ക് സാറിന് ഇഷ്ടമാണ്. ശ്രീലക്ഷ്മിക്ക് പകരമായി ഞാനുണ്ട് സാറിന്. സാറാ തീരുമാനം എടുക്കേണ്ടത്, ഞാനല്ല. സാറ് മാത്രം. നോ 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 നോ.
അയച്ചവനോട് നീ ചെന്ന് പറയണം, രവിചന്ദ്രവർമ്മൻ മനഃപൂർവ്വം നിന്നെ വെറുതെ വിട്ടതാണെന്ന്. എഴുന്നേക്ക്. പൊയ്ക്കോ പൊയ്ക്കോ, എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ. ആ ശരി മോളെ. ആ ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. ആ ശരി ശരി. അതെ, മോള് സ്ഥാനം തിരികെ വന്നു. അപ്പൊ മോള് പോയില്ലേ? ആ ബസ് കിട്ടിയില്ലെന്ന്. അപ്പൊ സാറ് പറഞ്ഞു ഇനി പോണ്ടാന്ന്. എന്താ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്? അല്ല മനുഷ്യ, നിങ്ങൾ അവിടെ ഇരി. നിങ്ങൾ പറഞ്ഞിട്ട് പോയാ മതി. സത്യം പറ, നിങ്ങൾ എന്തിനാ ചിരിച്ചത്? ബസ് കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല സരോജം അവര് യാത്ര മുടക്കിയത്. പിന്നെ മോൾ എന്താ കള്ളം പറഞ്ഞെന്നാണോ നിങ്ങൾ പറയുന്നത്? എടി, പണ്ട് നമ്മുടെ മോള് ട്രാൻസ്ഫർ ആയ സമയത്ത് രവി സാറ് തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നത് ഓർക്കുന്നില്ലേ നീ? അതുപോലെ തന്നെയാ ഇതും. ആദ്യം ഇതൊക്കെ സാറ് പ്ലാൻ ചെയ്തിട്ട് പിന്നെ മോളെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരും. ആ സ്നേഹമുള്ളവരെ അങ്ങനെയാ. സത്യം പറഞ്ഞ മോള് പോകുന്നു പറഞ്ഞപ്പോ എന്തുമാത്രം ഞാൻ വിഷമിച്ചു എന്നറിയാമോ? അതിനിടയില് അവൾക്ക് വയ്യാതെ കൂടെ ആയപ്പോ ഭയങ്കര വിഷമായി. നാഗരികാവിലെ കുങ്കുമിട്ടപ്പോ ശരിയായതാ എനിക്ക് അത്ഭുതം. നമ്മൾ മോളെ വളർത്തി നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചു. ആ ആശ്വാസത്തിനിടയിലും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റാത്തത് മോൾക്ക് കൂടെ കൂടെ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്ന. അഷ്ടമി ദിവസം വരുമ്പോ നെഞ്ചിലൊരു തീയ. മോൾ ഇവിടെയായിരുന്നപ്പോ നമ്മുടെ ഒരു ശ്രദ്ധയുള്ളതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. പക്ഷേ കല്യാണം കഴിഞ്ഞു പോയതിനു ശേഷം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതും അഷ്ടമി ഇല്ലാതിരുന്നിട്ടും. ഇനി എന്തൊക്കെ ഉണ്ടാവും എന്തോ. ആ ഒരു കുറവ് കൂടി മാറിയാലേ നമ്മുടെ മോള് ഉത്തമയായ ഭാര്യയും മരുമകളൊക്കെ ആവും. ആ നീ സമയം പോലെ ഒരു ജോലിസിനെ കാണും. എന്നിട്ട് എല്ലാം നേരിട്ട് ചോദിച്ചറിയേ. പരിഹാരം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തേക്കാം.